നമസ്കാരം. ഇന്ന് നമുക്ക് 10ാമത്തെ അഷ്ടപതി കേൾക്കാം. രാധ എപ്രകാരമാണ് കണ്ണനെ കാണാതെ വിലപിക്കുന്നത്. കണ്ണനെ കാണാതെ വിരഹദുഃഖം അനുഭവിക്കുന്ന രാധ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. മനോനില നഷ്ടപ്പെട്ടതുപോലെയാണ് രാധ സദാസമയവും ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രാധയുടെ ആ വിരഹദുഃഖത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് സഖി കണ്ണനോട് വന്ന് പറയുന്നതാണ് നമ്മൾ 9ാമത്തെ അഷ്ടപതിയിൽ കണ്ടത്. അങ്ങനെ സഖി വന്ന് കണ്ണനോട് ഇതെല്ലാം പറയുമ്പോൾ കണ്ണൻ്റെ അവസ്ഥ സഖിക്ക് മനസ്സിലാവുകയാണ്. രാധ എപ്രകാരമാണോ കണ്ണനെ കാണാതെ വിലപിക്കുന്നത്, അതേ അവസ്ഥ തന്നെയാണ് രാധയെ കാണാതെ കണ്ണനും അനുഭവിക്കുന്നത്. സഖി രാധയുടെയും കണ്ണൻ്റെയും അവസ്ഥ കാണുകയാണ്. കണ്ണൻ സഖിയോട് പറഞ്ഞു, സഖി ഞാനിവിടെ ഇരിക്കാം, ഞാൻ പറഞ്ഞതനുസരിച്ച് രാധയുടെ അടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും രാധയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഇത് കേട്ട സഖി രാധയുടെ അടുത്ത് ചെന്ന് കണ്ണൻ എപ്രകാരമാണ് രാധയെ കാണാതെ വിലപിക്കുന്നത് എന്ന് പറയുന്നതാണ് ജയദേവർ 10ാമത്തെ അഷ്ടപതിയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ പദത്തിലും വിരഹദുഃഖം അനുഭവിക്കുന്ന കണ്ണൻ്റെ ചേഷ്ടകളെക്കുറിച്ചാണ് ജയദേവർ വർണ്ണിച്ചിരിക്കുന്നത്. മലയപർവ്വതത്തിൽ നിന്ന് വീശുന്ന ഇളം കാറ്റും കാമദേവനെ അടുക്കലെത്തിച്ചുകൊണ്ട് പൂക്കളുടെ നിര വിടർന്ന് വികസിക്കുമ്പോഴും പ്രണയിതാക്കൾക്ക് അത് വളരെയധികം ആനന്ദം പകരുന്നതാണ്. എന്നാൽ ഇതെല്ലാം ഹൃദയം പിളരുന്ന വേദനയോടെയാണ് വിരഹിയായ കണ്ണൻ അനുഭവിക്കുന്നത്. ചന്ദ്രൻ്റെ ശീതള രശ്മികൾ ഏൽക്കുമ്പോൾ കണ്ണന് ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ മരണതുല്യമായ അവസ്ഥയാണ് കണ്ണൻ അനുഭവിക്കുന്നത്. കാമബാണങ്ങൾ പതിക്കുമ്പോൾ രാധയെ നിന്നെ കാണാഞ്ഞ് കണ്ണൻ അത്യധികം വിലപിക്കുകയാണ്. വണ്ടിൻ കൂട്ടങ്ങൾ മൂളിയെടുക്കുമ്പോൾ കണ്ണൻ ചെവി പൊത്തുകയാണ്. കണ്ണൻ തൻ്റെ സുന്ദരമായ ഗൃഹം പോലും ഉപേക്ഷിച്ചിരിക്കുന്നു. വിശാലമായ ആ വനത്തിൽ വിരഹദുഃഖം മൂലം കണ്ണൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. രാധയെ രാധയെ എന്ന് വിളിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ രാധേ, ഇതാണ് നിന്നെ കാണാതെ കണ്ണൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ വിരഹം മൂലം കണ്ണൻ വല്ലാതെ വേദനിക്കുന്നു. ഇപ്രകാരമെല്ലാം സഖി രാധയോട് വന്ന് പറയുന്നതാണ് ഈ 10ാമത്തെ അഷ്ടപതി. ഇങ്ങനെയെല്ലാമാണ് വിരഹദുഃഖം അനുഭവിക്കുന്ന കണ്ണൻ്റെ ചേഷ്ടകൾ ജയദേവർ ഈ അഷ്ടപതിയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇത് വളരെ ചെറിയ ഒരു അഷ്ടപതിയാണ്. 5 പദങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കണ്ണൻ്റെ വിരഹചേഷ്ടകളെ വർണ്ണിച്ചുകൊണ്ടുള്ള ശ്രീ ജയദേവർ എന്ന എന്നാൽ രചിക്കപ്പെട്ട ഈ അഷ്ടപതി പറയുമ്പോൾ മനസ്സിൽ ആഹ്ലാദം നിറഞ്ഞ് സുഹൃതം കൊണ്ട് മനസ്സിൽ ഭഗവാൻ ഉദയം കൊള്ളട്ടെ എന്ന ജയദേവരുടെ ആശംസയോടെയാണ് ഈ അഷ്ടപതി അവസാനിക്കുന്നത്. വഹതി മലയ സമീരേ മദന മുപനിധായ സ്ഫുടതി കുസുമനികരേ വിരഹി ഹൃദയ ദളനായ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ ദഹതി ശിശിരമയൂഖേ മരണമനുകരോതി പതതി മദന വിശിഖേ ബഹുവിലപതി വികരോതി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ ധ്വനതി മധുപസമൂഹേ ശ്രവണമഭിദധാനി മനസി കലിത വിരഹേ
നിശി നിശി രുചമുപയാതി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ വസതി വിപിനവിതാനേ ത്യജതി ലളിതധാമ ലുടതി ധരണിശയനേ ബഹുവിലപതി തവ നാമ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ ഭണതി കവിജയദേവേ വിരഹ വിലസിതേന മനസിരഭസ വിഭവേ ഹരിരുദയദോ സുകൃതേന മനസിരഭസ വിഭവേ ഹരിരുദയദോ സുകൃതേന കൃഷ്ണ ഹരിരുദയദോ സുകൃതേന ഹരിരുദയദോ സുകൃതേന